എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീൻ വറുക്കാൻ പോവുക. കൊഴുവോ 5 കിലോ. ഇവിടെയൊക്കെ ചൂടെന്ന് പറയും. 150 രൂപ 1/2 കിലോ. 1 കിലോ വാങ്ങണമെന്ന് പറഞ്ഞാൽ പക്ഷേ 300 രൂപ. അത് കാരണം വാങ്ങിച്ചില്ല. 1/2 കിലോ വാങ്ങിച്ചുള്ളൂ. അതങ്ങ് വറുക്കാൻ. ഇത് വലുതാണ് കേട്ടോ, വറുക്കാൻ പറ്റിയത്. ഉണ്ടോ, നല്ല വലിയ ഇതാ മീന. പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇനി ഇതുകൊണ്ട് വറക്കട്ടെ. പിന്നെ കടയിൽ പോയി ഒരു അച്ചാർ വാങ്ങിച്ച്, പൈനാപ്പിൾ അച്ചാർ 20 രൂപ. കമ്പനിയാണ് മഞ്ഞ. ഇനി ഇത് പൊട്ടിച്ച് ഞാനോട് ഇടണം. ഇത് കുപ്പി മഞ്ഞയല്ല കേട്ടോ, ഈ അച്ചാറിൻ്റെ ചെയ്തിരിക്കുന്ന നേരത്തെ ഇട്ടതിൻ്റെ. അത് തീർന്നപ്പോഴത്തേക്ക് പുളിയോറം പോയി വാങ്ങിച്ച. ഇനി ഞാൻ പോയി ഇത് വറക്കട്ടെ, എൻ്റെ കൊഴുവ വറക്കട്ടെ. പാത്രം കഴുകിയില്ല, കുറച്ച് നമുക്ക് ഇതൊന്ന് കഴുകട്ടെ ആദ്യം. അത് പാത്രം കഴുകി അടുപ്പത്തിരിക്കട്ടെ. മൂടി വെക്കുന്ന ചൂടാകട്ടെ, എന്നിട്ട് എണ്ണ ഒഴിക്കാം. ചൂടായ പാത്രമേ, ഇനി എണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, എണ്ണ ഒഴിച്ചു. ചൂടായി കഴിയുമ്പോഴത്തേക്കേ മീനെടുത്തിടാം. ഓക്കെ, എണ്ണ ചൂടായേ. ഇനി മീനെടുത്ത് ഇടട്ടെ. ഒന്ന്, രണ്ട്, എണ്ണ തീർക്കാൻ കിട്ടും. 3, 4, 5, 6, 6 മതി. 3, 3, 6, 7, 8, 9, മൊത്തം മീനും എടുത്തിട്ടെ. മൊത്തം 21, 22 കണ്ടോണ്ട്. ഇത് നാളത്തെ കൂടെ ഉള്ള, എനിക്ക് മാത്രമല്ല എൻ്റെ പൂച്ചയ്ക്കും കൂടെ അവിടെ കണ്ട് ഒരു ഇച്ചിരി അരപ്പൊടി ഇരിപ്പുണ്ട്. ഇതേ ശരോടെ അതിൻ്റെ മണ്ണിൽ തീർക്കണം. ഇച്ചിരി എണ്ണ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അവിടെ വരെ എത്തി എണ്ണ. ഇനി ഇവിടെ ഇരിക്കട്ടെ. എണ്ണയുണ്ട്, നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മുടിയട്ടെ കിടന്ന്. ഇതാ മൂടി വെച്ചേക്കാം. ശാലക്കഞ്ഞി തിരിച്ചിടാം. ഇച്ചിരി ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കാണ്ട്, അത് കാരണം ഇവിടോട്ട് എണ്ണ വന്ന് വയ്ക്കുന്നത്.
അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഈശാനോടെ കഴിഞ്ഞത് തിരിച്ചിടാം. ഞാനേ ഇനി എൻ്റെ ആ അച്ചാറൊന്ന് ഇതിനകത്തോട്ട് കേട്ടെ. ഇത് പൊട്ടിച്ച് ഇതിനകത്തോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൈനാപ്പിളിൻ്റെ അച്ചാർ വാങ്ങുന്നത്. ഇതിൻ്റെ കഴിച്ചിട്ടില്ല. ഒന്നുകിൽ മാങ്ങ, ഇല്ലെങ്കിൽ നാരങ്ങ, അല്ലെ വെളുത്തുള്ളി. ഇത് മൂന്നെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. 110 ഗ്രാം, 20 രൂപ. കമ്പിയുടെ പേര് മന്ന. പൊട്ടിക്കട്ടെ. അത്രയും എടുത്തുകൊണ്ട് വെച്ച് ചോട് മുറിച്ച് ഇതിനകത്തോട്ടിടാം. ചോട് മുറിച്ച് ഇനിയേ ഇതിനകത്തോട്ട് ഇടട്ടെ. ഇടാൻ പാടാ ഇങ്ങനെ. ഓക്കെ, വേണ്ട 20 രൂപയുടെ സാധനമാണ്. മൂടി വെച്ചേക്കാം. എനിക്കാണെങ്കിൽ അച്ചാറോടെ വേണം. അവിടെ ഇരിക്കട്ടെ. ഇനിയേ മീൻ പോയി വെന്തോ നോക്കട്ടെ. അതിൽ വെന്തിട്ടുണ്ടെങ്കിൽ തിരിച്ചിടാം. എൻ്റെ ദൈവമേ, എണ്ണ ഇവിടം വരെ വന്നു. ഇല്ല, ചാരോടെ ഇങ്ങനെ കഴിക്കട്ടെ. എന്നിട്ട് കൊണ്ട് തിരിച്ചിടാം. വേറെ പാത്രം വാങ്ങണം ഇനി മീൻ വറുക്കാൻ വേണ്ടി. ഇത്രയും കൂടെ അരിപ്പൊടുണ്ടേ. ഇനി ഇതുകൂടെ അങ്ങ് അതിൻ്റെ മേളിലോട്ടങ്ങ് വെച്ചേക്കാം. ചെറിയൻ്റെ മേളിലില്ല അരിപ്പ്. മീൻ്റെ അരപ്പും കൂടെ കൂട്ടി കഴിക്കാമല്ലോ. ഏറ്റവും കൂടുതലായിട്ട് അരപ്പ് മീൻ്റെ മേളിലിട്ട് കഴിഞ്ഞാൽ നല്ല ചോറിനകത്തിട്ട് ഇളകി കഴിക്കാൻ. ഓക്കെ, ഇനിയേ തിരിച്ചിടുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് അപ്പുറത്തെ വശത്ത് വെക്കാം. മീനെ തിരിച്ചിട്ടെ. ഇനി ഈ ഭാഗത്തൂടെ ഈ അരപ്പേ തൂക്കട്ടെ. ഓക്കെ, ഓക്കെ. അതിൻ്റെ മേളിലും നല്ലോണം തൂക്കും. ഇനിയേ ശാല നേരം കഴിഞ്ഞ് തിരിച്ച് ഇടാം. നല്ലോണം അരപ്പൊക്കെ തൂക്കാം മീൻ വറക്കുന്നത്. നല്ലോണം അരപ്പുണ്ട് ഇതിൻ്റെ മേളിൽ. ഇനിയേ ഇതൊന്ന് തിരിച്ച് കേട്ടെ. മീനെ മൊത്തം തിരിച്ചിട്ട് ഇനിയേ അപ്പുറം സൈഡോടെ വെന്ത് കഴിഞ്ഞാൽ പോയി ചോറ് കഴിക്കാം. അതിൻ്റെ പൂച്ചയ്ക്കും ചോറ് കൊണ്ടുപോകണം. പിന്നെ എൻ്റെ വീഡിയോ മീൻ വറുത്തതിൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ലോഗ്സ് മറക്കരുത് കേട്ടോ. പിന്നെ കൊഴുവ വറുത്ത കറി, കൊഴുവ വറുത്തതും ബീൻസ് തോരനും.